അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നോക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. ഞങ്ങൾക്ക് കുറേ ദൂരം പോയിട്ട് ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലായിരുന്നേ. അതിനിടയിൽ ഇച്ചു ആണെങ്കിലും വിശന്നിട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കാര്യം തന്നെയാണ് ഫീഡ് ചെയ്യുന്നതൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കട കണ്ടേ. അപ്പോൾ അതാ ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഞാനൊരു നെയ് റോസ്റ്റും ഏട്ടൻ 2 പൂരി കേട്ടോ മേടിച്ചത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കടയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ എന്താ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല പുകയായിരുന്നു കേട്ടോ. കണ്ണൊന്ന് ഇരിഞ്ഞിട്ട് കണ്ണുറക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് അവിടെ ഗ്രാമശ്ശേരി ഇഡലി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരി ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഉണ്ണി വരുന്നുണ്ട്, അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഓളെയും കൂടെ കൂട്ടിയിട്ട് വേണം അപ്പോൾ ഇനിയുള്ള പ്ലേസിലേക്ക് പോകാൻ കേട്ടോ. ഓള് മാത്രമല്ല വേറെ ഒരാളും കൂടെ ഉണ്ട്, വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പോൾ ഓരും കൂടെ വരാണ്ട്. അപ്പോൾ മേമയും മേമയുടെ അടുത്ത വീട്ടിൽ ഒരു വല്യമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് തമിഴ്നാട് മീനാക്ഷിപുരത്തുള്ള രാമർവണ്ണം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാട്ടോ. രാമലക്ഷ്മണന്മാരുടെ ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ 5 ദിവസം മാത്രം, 5 ശനിയാഴ്ചകളിൽ മാത്രമായിരിക്കും കേട്ടോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചൂട്ടനാണെങ്കിൽ നമ്മൾ സഹകരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ഇവരൊക്കെ എന്താ കാണിക്കുന്നതെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഓലയിൽ നിന്ന് ഒരു ഓല എടുത്തിട്ട് 3 വട്ടം കെട്ടണം കേട്ടോ. അപ്പോൾ ആഗ്രഹം സാധിക്കുന്നതാണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.